ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങാടിയിൽ നിന്നൊക്കെ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന ഈ പോളിത്തീൻ കവർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐഡിയാസ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. സാധാരണയായിട്ട് നമ്മളിതുപോലെ എല്ലാ കവറുകൾ ഹരിതകർമ്മസേനയ്ക്കൊക്കെ കൊടുക്കാറാണ് പതിവ്. എന്നാൽ ഇതുപോലെയുള്ള കവറുകൾ ഉണ്ടെങ്കിൽ നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. കുറച്ച് ഉപയോഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഞാനിതാ ഒരു കവർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പലചരക്ക് ഒക്കെ കൊണ്ടുവരുമ്പോൾ കിട്ടുന്നൊരു കവറാണ്. എന്നിട്ട് ഞാനിതാ ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. ഈ ഒരു ലെങ്ത്ത് മതി കേട്ടോ എനിക്ക്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഞാൻ അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സെൻറ്റർ ഭാഗത്ത് കട്ട് ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ. ഈ ഒരു ഇതാണുള്ളത്. ഇത് ഞാനൊന്ന് നിവർത്തിയെടുക്കാം. നിവർത്തുമ്പോൾ എനിക്ക് ഇത്രയും ലെങ്ത്താണ് കിട്ടിയിട്ടുള്ളത്. ഇത്രയും എനിക്ക് ആവശ്യമില്ല. ഇതിൻ്റെ സെൻറ്റർ കൂടി ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അതിൻ്റെ സെൻറ്റർ ഭാഗവും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ലെങ്ത്തും ഈ ഒരു വിഡ്ത്തുമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് തന്നെ മതി കേട്ടോ. ഇനി ഇത് വെച്ചിട്ടുള്ള ഒരു കിടിലൻ ഐഡിയയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. നമ്മൾ സ്ത്രീകൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് മൊബൈൽ യൂസ് ചെയ്യുന്നവരായിരിക്കും. മൊബൈലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഉള്ള എണ്ണമഴയോ മഴുക്കൊക്കെ അതിൻ്റെ സ്ക്രീനിൽ വരാറുണ്ട്. കണ്ടില്ലേ? ഇപ്പോൾ ഈ ഒരു ഫോണിൻ്റെ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ലപോലെ എണ്ണമയവും അഴുക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അടയാളം പോലെ നമുക്ക് കാണൂല്ലേ? അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഈ ഒരു കവറിൻ്റെ പീസ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാനിതാ കണ്ടോ, ആ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഫോണ് കമിഴ്ത്തിയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് കമിഴ്ത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ബാലൻസ് ഉള്ള കവറിൻ്റെ 2 പീസ് ഉണ്ടല്ലോ, 2 എഡ്ജും അത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇൻസുലേഷൻ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഞാനിതാ കവറിൻ്റെ ഈ ഒരു 2 സൈഡും ഇതുപോലെ നന്നായിട്ട് വലിച്ച് പിടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു സെൻറ്റർ വശത്തായിട്ട് ഞാൻ ചെറിയൊരു ഇൻസുലേഷൻ്റെ പീസാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഒട്ടും ആ ഒരു കവർ ലൂസ് ആവാത്ത വിധത്തിൽ വേണം ആ ഒരു എഡ്ജ് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതാ മുകൾ വശത്തായിട്ട് ഇതുപോലെ ഇൻസുലേഷൻ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഏറ്റവും താഴത്തായിട്ടും ഈ ഒരു രീതിയിൽ ഞാൻ ഇൻസുലേഷൻ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കവർ നമ്മൾ സാധാരണ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവർ ഉണ്ടല്ലോ, അതാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ പക്ഷേ ഇതൊട്ടും ക്ലിയർ കമ്മിയോ കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു കവർ ഞാൻ ചുക്കി ചുളിച്ച് വെച്ചതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. നേരെ ചൊവ്വേ നമ്മൾ മടക്കി വെക്കുകയാണെങ്കിൽ നല്ലപോലെ തന്നെ നമുക്കത് കിട്ടും. ആ ഒരു ഫോൾഡ് ചെയ്തതിൻ്റെ പാടുകളാണ് ആ കവറിലായിട്ട് കാണുന്നത്. എന്നിട്ട് കണ്ടോ, ഫോണൊക്കെ ഓണാക്കി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് നമുക്ക് വെക്കാൻ പറ്റും. മാത്രമല്ല എത്ര ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ആയാലും നമുക്ക് മണിക്കൂർ കണക്കിന് കാണാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുണ്ടാകുന്ന എന്തഴുക്കും ആ ഒരു സ്ക്രീനിലേക്ക് വരാതെ ആ ഒരു കവറിൽ മാത്രം ആ ഒരു അഴുക്ക് ഒതുങ്ങുകയും നമ്മുടെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കവറൊന്ന് റിമൂവ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ സ്ക്രീന് നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെയുള്ള കവറൊക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം. ചെയ്യാൻ പാടില്ല എന്നറിഞ്ഞിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റ് തന്നെയാണ് നനഞ്ഞ കൈയോടുകൂടി സ്വിച്ച് ഓൺ ചെയ്യുക അതല്ലെങ്കിൽ ഓഫ് ചെയ്യുക എന്നൊക്കെ ഉള്ളത്. പ്രത്യേകിച്ച് നമ്മൾ തുടക്കുന്നൊക്കെ സമയത്ത് ആ നനഞ്ഞ കൈയോടുകൂടി തന്നെയാണ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാറുള്ളതും ഓഫ് ചെയ്യാറുള്ളതും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അപകടങ്ങൾ പറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാൽ ഒരു കവറിൻ്റെ കുഞ്ഞ് പീസ് ഉണ്ടെങ്കിൽ ഒട്ടും ടെൻഷൻ ഇല്ലാതെ നനഞ്ഞ കൈയോട് കൂടി തന്നെ നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ചെയ്യുന്ന സമയത്ത് നമുക്ക് അപകടങ്ങൾ വരാനുള്ള ചാൻസ് കുറവായിരിക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള ഒരു കുഞ്ഞ് കവറിൻ്റെ പീസാണ്. നേരത്തെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എടുക്കുന്ന സമയത്ത് ആ ഒരു സ്വിച്ച് ബോർഡ് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള കവറിൻ്റെ പീസ് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ആ ഒരു കവറിൻ്റെ പീസ് സ്വിച്ച് ബോർഡിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിത് അതിൻ്റെ 4 സൈഡും ഇൻസുലേഷൻ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ഇൻസുലേഷൻ ഉണ്ടെങ്കിൽ അതന്നെ യൂസ് ചെയ്യുക. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ബ്ലാക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ തറയൊക്കെ തുടക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ പോയി വരുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഇതുപോലെ നനഞ്ഞ കൈ വെച്ചിട്ട് സ്വിച്ച് ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയൊക്കെ ചെയ്യാറുള്ളത്. എന്നാൽ ആ ഒരു സ്വിച്ച് ബോർഡിൻ്റെ അടുത്ത് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഈ ഒരു കവർ നല്ലൊരു വാട്ടർ പ്രൂഫായിട്ട് നിലനിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു കവറിൻ്റെ 4 കോർണറിലും ഇതുപോലെ ഇൻസുലേഷൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫാനൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതാ ഫാനിൻ്റെ സ്വിച്ചാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഫാൻ നന്നായിട്ട് തന്നെ കറങ്ങുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ സ്വിച്ച് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെയുള്ള കവറുകൾ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാലും അത് വർക്ക് ചെയ്യുമോ എന്നുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പോൾ ഇതും സിമ്പിളായിട്ടുള്ള ടിപ്പാണ്, എന്നാലും വളരെ എഫക്റ്റീവായിട്ടൊരു ടിപ്പാണ് കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിതൊരു കുഞ്ഞ് കവറാണ് എടുത്തിട്ടുള്ളത്. കവർ ഇതുപോലെ ഒന്ന് ക്ലിയർ ആക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു കോർണർ ഉണ്ടല്ലോ, ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാൻ നല്ല വലിപ്പത്തിലൊന്നും കട്ട് ചെയ്തിട്ടില്ല, ഒരു കുഞ്ഞ് ആ ഒരു കോർണർ മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നാൽ തന്നെ നമുക്കത് ആവശ്യത്തിന് വലിപ്പം കിട്ടും. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചൊരു കിടക്കാച്ചി സൂത്രം തന്നെ ചെയ്യാനുണ്ട്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇടികല്ലാണ്. എന്നിട്ട് അതിലേക്ക് തൊലി കളഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒഴിവുള്ള സമയത്ത് ഇങ്ങനെ കുറച്ചധികം ഉള്ളികൾ തൊലി കളഞ്ഞ് വെക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഇതുപോലെ ഞാൻ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2-3 ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ കുത്തുന്ന പോലെ ചതച്ചെടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ചെങ്കിലും പുറത്തേക്ക് വരാറുണ്ട്, വേസ്റ്റായിട്ട് പോവാറുണ്ട്. അതില്ലാണ്ടിരിക്കാനായിട്ട് ഞാൻ ചെയ്യുന്നൊരു സിമ്പിൾ ടിപ്പാണിത്. ഇതുപോലെ ഒരു പോളിത്തീൻ കവർ കട്ട് ചെയ്തിട്ട് ആ ഇടികളിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആ ഒരു ഹോളിലൂടെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് പിടിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ കുത്തിയെടുക്കുകയാണെങ്കിൽ ഒട്ടും വേസ്റ്റ് ചെയ്യാതെ നമുക്ക് മുഴുവനായിട്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഒട്ടും തെറിച്ച് പുറത്തേക്ക് വന്നിട്ടില്ല. നമ്മൾ ഇട്ട് കൊടുത്ത ഉള്ളി സേഫായിട്ട് തന്നെ അതിനുള്ളിലുണ്ട്. അപ്പോൾ ഒട്ടും വേസ്റ്റ് ആവാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. ഞാൻ ഈ ഒരു വീഡിയോ രണ്ട് പാർട്ടായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ക്രിസ്മസ് വെക്കേഷന് വീട്ടിൽ പോയ സമയത്ത് വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കുറച്ച് ഭാഗം ഇവിടുത്തെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതാണ് കേട്ടോ രണ്ട് ഫ്രെയിമായിട്ട് നിങ്ങൾക്ക് കാണുന്നത്. പിന്നെ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിത് കണ്ടോ, ഇതുപോലെയുള്ള 3-4 കവറാണ് എടുത്തിട്ടുള്ളത്. എല്ലാം നമുക്ക് ഇതുപോലെ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐഡിയാസ് കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി നമ്മുടെ കൈകളിൽ വളയിടാനും അതുപോലെ തന്നെ ഇട്ട വള കുടുങ്ങി കിടന്നിട്ട് ഊരാനൊക്കെ പ്രയാസമുള്ളതായിട്ടുണ്ടാവും. അതൊക്കെ നമുക്കിതുപോലെ കവറുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഊരാനായാലും ഇടാനായിട്ടും സാധിക്കും. അപ്പോൾ ഞാനിതാ കണ്ടോ, എൻ്റെ ഈ വള കണ്ടോ നല്ലപോലെ ടൈറ്റായിട്ടാണ് എനിക്കുള്ളത്. മാത്രമല്ല അത് കുറച്ച് ചളുങ്ങിയതുകൊണ്ട് തന്നെ ഊരാനൊക്കെ പ്രയാസമാണ് കേട്ടോ. അപ്പോൾ ഒരു വളയാണ് ഞാൻ ഈ ഒരു കവർ വെച്ചിട്ട് ഊരിയെടുക്കുന്നത്. ആദ്യം തന്നെ കവർ ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കയ്യിൽ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ ആ കവറൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു വളയുടെ ഉള്ളിലൂടെ കവറിൻ്റെ സൈഡ് പുറത്തേക്ക് ഒന്ന് വലിച്ചെടുക്കുകയാണ്. മുഴുവനായിട്ട് നമുക്ക് ആ കവറിൻ്റെ എല്ലാ വശവും ഈ ഒരു വളയുടെ ഉള്ളിലൂടെ പുറത്തേക്ക് വരണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, പുറത്തേക്ക് നല്ല രീതിയിൽ തന്നെ ഞാൻ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പുറത്തേക്ക് നമ്മൾ വിട്ടിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ വലിച്ചു കൊടുക്കുന്ന സമയത്ത് എത്ര ടൈറ്റായിട്ടുള്ള വളയാണെങ്കിലും ഒരുപാട് നമുക്ക് കൈ വേദനിക്കാതെ പെട്ടെന്ന് തന്നെ ആ ഒരു വള ഊരി മാറ്റാനായിട്ട് സാധിക്കും. ഇതാ കണ്ടില്ലേ, ഞാൻ എത്ര പെട്ടെന്നാണ് ഈ ഒരു വള ഊരിയെടുത്തത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് വള ഇടുകയാണെങ്കിൽ നമുക്ക് ഇതേ പ്രൊസീജിയർ തന്നെ മതി. അപ്പോൾ ഞാൻ ഈ കവറിൻ്റെ ബാക്ക് പോർഷനാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പിടിക്കാനുള്ളൊരു സൗകര്യത്തിനായിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കവറ് ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ വള ഇട്ട് കൊടുത്തു. അതിനുശേഷം ഈ ഒരു വശം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുകളിലോട്ടൊന്ന് വലിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ വള നമുക്ക് ഇടാനായിട്ട് സാധിക്കും. നമ്മളൊന്നും യൂസ് ചെയ്യാതെ കൈ കൊണ്ടാണ് നമ്മൾ വളയിടുന്നത് വെച്ചാൽ ഒരുപാട് സമയം നമുക്ക് വേണം. അതെല്ലാം കൈ നല്ലപോലെ വേദനിക്കുകയും ചോക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ ഇത് ഒട്ടും പാടോ വേദനയോ ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ. ഞാൻ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് അസിൻ്റെ ബാഗാണ് കേട്ടോ. വർക്കിനായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യുന്നൊരു ബാഗാണ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഇതുപോലെയുള്ള ബാഗുകൾ നമ്മൾ ഉപയോഗിക്കാത്ത എന്തും നമ്മൾ ഓപ്പണായിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ ഡസ്റ്റൊക്കെ ആയിട്ട് വൃത്തികേടാവാറുണ്ട്. അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക്
ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു കവറിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എത്ര നാൾ കഴിഞ്ഞ് നമ്മൾ എടുക്കുന്ന സമയത്തും ബാഗിലൊട്ടും പൊടി ഉണ്ടാവുകയില്ല, നല്ലപോലെ ക്ലീൻ ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഞാനൊരു കവറിലാക്കിയതിന് ശേഷം അതിൻ്റെ കൈ ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഓപ്പണായി കിടക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തൂടെ വീണ്ടും ഞാനൊരു കവർ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ വശം നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കണം എന്നൊന്നുമില്ല, ഞാൻ എന്തായാലും ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും നമ്മുടെ ബാഗിൽ പൊടിയോ അല്ലെങ്കിൽ അഴുക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ലപോലെ ക്ലീൻ ആയിട്ടിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാത്ത ചെരുപ്പുകളൊക്കെ കേട്ടോ. ചെരുപ്പൊക്കെ നമ്മളിതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കവറിലാക്കിയിട്ടൊന്ന് കെട്ടി വെക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ കഴുകി വെച്ച് അതേപോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴുകി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിതുപോലെ കെട്ടി വെക്കുന്നത് വെച്ചാൽ അതിലൊട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഇതുപോലെ ചെയ്യാവൂ കേട്ടോ. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കവറാണ്. എന്നിട്ട് ഇതിൻ്റെ കൈ വരുന്ന പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാക്ക് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. രണ്ട് വശവും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ നിവർത്തി വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ വശം ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു വശം കട്ട് ചെയ്യാതെ നമുക്ക് വീണ്ടും മടക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തതിന് ശേഷമാണ് മടക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു സൈഡ് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു കവറ് 4 പീസായിട്ടാണ് കേട്ടോ കിട്ടുക. ഒരു കവറിൻ്റെ 2 സൈഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് കിട്ടുന്ന ഷേപ്പാണ് കേട്ടോ അത് 4 എണ്ണം. ഇതുപോലെ ഇതേ കളറിലുള്ള 2 കവർ കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള കവറിൻ്റെ കുഞ്ഞു കുഞ്ഞു പീസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ യൂസേജ് തന്നെയുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ പൊട്ടുന്ന ബൗളുകൾ, പാത്രങ്ങൾ, ഗ്ലാസ്സുകളൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും. അത് നമ്മളിതുപോലെ കീപ്പ് ചെയ്യുന്ന സമയത്ത് തട്ടി മുട്ടിയൊക്കെ ചിലതൊക്കെ പൊട്ടിപ്പോവാറുണ്ട്. അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ടിപ്പാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കവറിൻ്റെ പീസ് ഉണ്ടല്ലോ, അതൊരു ബൗൾ വെച്ചിട്ട് അതിനുള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ബൗൾ വെച്ച് കൊടുക്കുക. വീണ്ടും നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസ് വെച്ചതിന് ശേഷം അടുത്ത ബൗൾ വെച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ ഗ്ലാസ് ആയാലും പാത്രമായാലും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അതൊന്നും പൊട്ടിപ്പോവുകയോ ഒന്നുമില്ല. നമുക്ക് സേഫായിട്ട് തന്നെ പിന്നീട് യൂസ് ചെയ്യാനും എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.